മൈ ഗോഡ്. അച്ഛാ അവന് പേടിയായിപ്പോയെന്ന് തോന്നുന്നു. സോ ക്യൂട്ട്, സോ ക്യൂട്ട്. കവറൊക്കെ ഇട്ടാണ് കൊണ്ടുവന്നത്. മഴ പെയ്യുന്ന. നൈസ്. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് സാറ്റർഡേ ആണ്, ഇവർക്ക് സ്കൂളിലൊന്നും പോകണ്ട. സോ പക്ഷേ എന്നാലും എക്സാം ആണ്, പഠിക്കണം, ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷേ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ് ഗെസ് സ്പെഷ്യൽ ഡേ? നമ്മളൊരു കുഞ്ഞു പപ്പിക്കുട്ടിയെ മേടിക്കുകയാണ്. നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു കുഞ്ഞു പപ്പി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, കൈസി. അപ്പം അവർക്ക് ഒരു ദിവസം ഭയങ്കര മഴയും ലൈറ്റ്നിങ് ആയിരുന്നപ്പോഴത്തേക്ക് കാർഡിയക് അറസ്റ്റ് വന്ന് പുള്ളിക്കാരി പോയി. അപ്പം 3 months ആയി ഇപ്പം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പപ്പീനെ. അപ്പം പപ്പ അച്ഛൻ ഇന്ന് ഒരു പപ്പിക്കുട്ടി ഇവർക്ക് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മേടിക്കാനായിട്ടാണ് പോണത്. മേടിക്കാൻ പോവാന്ന് നമ്മൾ പറയാൻ പാടില്ല, അഡോപ്ഷൻ. ഒരു പപ്പി അഡോപ്റ്റ്. സോ അതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പം ഇന്നത്തെ വ്ലോഗിന്റെ എല്ലാ ക്രെഡിറ്റ് ഗോസ് ടു കെസിയ. കാരണം ഗിബ്സൺ. ഓക്കെ. അപ്പം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞപ്പോൾ നമ്മുടെ പപ്പിയുടെ ഹോം കമ്മിങ് വീഡിയോ എടുക്കാന്നുള്ളത് അപ്പം ബിലോങ്സ് ടു കെസിയ. ദിസ് ഇസ് നോട്ട് മൈ വ്ലോഗ്, ദിസ് ഇസ് യുവർ വ്ലോഗ്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ലൊക്കേഷൻ ഒന്ന് അയക്കണേ, ലൊക്കേഷൻ. അപ്പം അത് വെച്ചിട്ട് അങ്ങ് വരാം. പോത്തും കൂടെ എവിടെയാണെന്ന് അറിയത്തില്ല കറക്റ്റ്. ഒന്ന് ലൊക്കേഷൻ അയക്കണേ. കൊണ്ട് കെസിയും പപ്പ എന്താ പോവാൻ പോവാ പപ്പീനെ കൊണ്ടുവരാൻ. കെസി ആർ യു എക്സൈറ്റഡ്? പക്ഷേ നമ്മുടെ കൈസിയുടെ പ്ലേസിൽ വേറെ ആള് വരാൻ പോവാ. കെസി പക്ഷെ നീ ഹാപ്പി അല്ലേ? എനിക്ക് ഞാൻ ഹാപ്പിയാ. കാരണം നിങ്ങളെല്ലാവരും നോക്കുമല്ലോ. പിന്നെ എനിക്ക് പിന്നെ രാവിലെ ഞാൻ ഷോപ്പിൽ പോകുന്നതാണ്. പിന്നെ എനിക്ക് പരിപാടി എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇനി മുതൽ. സോ അതുകൊണ്ട് അവരുടെ പപ്പിയുടെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയാൽ മതി. ഓക്കെ. ഇറങ്ങി വെച്ച സമയം പെട്ടെന്നിട് മാലയും മളയൊക്കെ. ഇല്ല, ഞാൻ കൂടെ ബൈക്കിലും വരാം. ഇല്ല കുഴപ്പമില്ല. അപ്പോൾ രാവിലെ ഇവർ പോയി എടുക്കാൻ വേണ്ടിയിട്ടിരുന്ന. പക്ഷേ ഈ പുള്ളിക്കാരൻ അച്ഛൻ്റെ ഫ്രണ്ട് ആക്ച്വലി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ പോകാൻ പറ്റില്ല. പുള്ളി എണീറ്റപ്പോൾ ഒത്തിരി ലേറ്റ് ആയി. അങ്ങനെ കെസിയെ രാവിലെ മുതൽ കാത്തിരിക്കുക. സോ ദേ ആർ ഗോയിങ്. ലിച്ചു പുതിയ പപ്പീനെ കൊണ്ടുവരാൻ വിളിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നുമില്ല പപ്പിയേയും. അങ്ങനെ ഒരു വലിയ ക്രേസ് ഒന്നും. കെസിക്കും പപ്പായ്ക്കുമാണ് ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രേസ്. എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമില്ല. ഓക്കെയാണ്. ഡോഗ് ലവർ. തമ്മിലൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങോട്ട് ബാക്കിലോട്ട് നിൽക്കുക. പപ്പയും ഇയാളും കൂടെ എടുത്താൽ മതി. വെയിറ്റ് ലിച്ചു. ബൈക്ക് വെച്ചെവിടാ? ബൈക്ക് വെക്കിലിച്ചു. യു ആർ നോട്ട് അലൗഡ്. റെഡി ആയാ? കേസി ഹെൽമെറ്റ് എടുക്കും. അവള് വൈഫേ വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞേക്ക്. നമ്മുടെ പപ്പിയായിട്ട് വന്നു. വാ അങ്ങോട്ട് വന്നാ കാണാൻ പറ്റത്തില്ല. മൈ ഗോഡ്. അച്ഛാ അവന് പേടിയായിപ്പോയെന്ന് തോന്നുന്നു. മഴ നനഞ്ഞ നിങ്ങള്? കിസി സോ ക്യൂട്ട്, സോ ക്യൂട്ട്. കവറൊക്കെ ഇട്ടാണ് കൊണ്ടുവന്നത്. മഴ പെയ്യുന്ന. നൈസ്. ഷീസ് ഓൺലി 3 months old, but ഷീസ് എന്താ പറയുന്ന ഭയങ്കര ഹെൽത്തിയാ. എങ്ങനെയുണ്ട്? ഹൗ യു ഫീൽ? നിന്റെ പപ്പിക്കുട്ടി നിന്റെ പുതിയ സോ ക്യൂട്ട്. ചേച്ചി അവൻ പേടിച്ചിരിക്കുവാണേ. കെസിയെ കയ്യിൽ വെച്ച് കൊണ്ടുവന്നോണ്ടാണ് ആക്ച്വലി കെസിയുടെ അടുത്ത് ഇപ്പൊ പോകുന്നത്. So cute.
ജില്ലുവോ? നമ്മുടെ ഉപ്പയുടെ പേര് ജില്ലു എന്നാണ്. അച്ഛൻ നമ്മളെ പേര് മാറ്റിയാലോ? പേര് മാറ്റിയാലോ? ആള് നല്ല പേടിച്ചിരിക്കുക. എന്തെങ്കിലും കൊടുക്കണോ അച്ഛാ? മേടിച്ചോ? ആണോ? വിഷമിച്ചിരിക്കുക കേട്ടോ. ഒന്ന് മാറി. കാരണം അവരുടെ ആ ഫാമിലിയിൽ നിന്ന് പെട്ടെന്ന് വിട്ടൊന്നുമല്ലേ. ആണോ? ഓ ഉണ്ടോ? ഇന്നുണ്ടോ വാക്സിനേഷൻ ഒക്കെ? ഓക്കെ ഓക്കെ ഓക്കെ, നൈസ് നൈസ്. ഇത് നമ്മളിനി ഫോളോ ചെയ്താൽ മതിയല്ലോ അച്ഛാ. ഗൈസ്, നമ്മുടെ പപ്പിക്കുട്ടിയുടെ എന്തുവാ ട്രൂ കമ്പാനിയൻ പാസ്പോർട്ട്. ഓ, ഇഞ്ചക്ഷൻ എടുത്ത ഡേറ്റ് ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, 2 ഏപ്രിൽ 2025 ജനിച്ചത്. അപ്പം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഏകദേശം ഒരു 4 months ആയി. 4 months ആയി. ഇഞ്ചക്ഷൻ എടുത്ത് ഡിവോമിങ്ങിൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ ഹലോ, ഭയങ്കര ആക്റ്റീവാ. നമ്മുടെ അടുത്തൊക്കെ നോക്കി ആവണം കേട്ടോ. കണ്ണി കൂടെയൊക്കെ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. എനിക്ക് ഒന്ന് കരയുമെന്ന് തോന്നുന്നു കേട്ടോ, പാവം. ഇറ്റ്സ് ഓക്കെ. നല്ലൊരു ഫാമിലിയിലോട്ടൊക്കെ അച്ഛനും കിസിക്ക് എന്നൊക്കെ പറഞ്ഞ പപ്പീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേ ആർ സോ കെയറിങ് ആൻഡ് സോ ലവിങ്. അപ്പം അതുകൊണ്ട് പ്രോബ്ലം. ആനി ഫോണിലിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ പോലെ തന്നെയാ. ഇച്ചിരി വെള്ളം കുടിക്കുന്നുണ്ട് അച്ഛാ. എനിക്ക് വന്ന് വീട്ടിൽ കുടിച്ചോണ്ട് ആ പാത്രവും ഒക്കെ മാറി, എല്ലാം മാറിയില്ലേ. അതാണ് നമുക്കതുപോലെ മേടിക്കണം. കൈസയുടെ എല്ലാം ഞാൻ എടുത്ത് ഡിസ്കാർഡ് ചെയ്ത്. ജിലേബിയാ? എന്നാ പിന്നല്ലേ സനിയെന്നോ ഹലോ ലഡു എന്നോ കാജു കട്ട്ലിന്നോ. ജിലേബി ജിലേബി ജില്ലു എവിടാ? ജില്ലു എവിടാ? മാസമായുള്ളെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ആണോ? എനിക്ക് ആണോ? അച്ഛാ പോയി എന്നാ പെഡിഗ്രി എന്തെങ്കിലും മേടിക്ക് ഡേറ്റ് ആവുന്നതിന് മുന്നേ. കൈസി കുഞ്ഞി പോയല്ലേ. പിന്നെ കൈസിക്ക് ഭയങ്കര ലോൺലി ആയിരുന്നു. അപ്പം ഇത് ഒരു പപ്പീനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതിലേക്ക് ഒരു 3-4 കൈസി പോയ സമയം മുതൽ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ബട്ട് ടുഡേ ഷീ ഗോട്ട് ക്യൂട്ട് വൺ. ജിലേബി ബേബിന്ന് കുറച്ച് സമയം കഴിഞ്ഞോണ്ട് ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നല്ലേ. വന്നപ്പോ നല്ല പേടിച്ചിരുന്ന, കുറച്ചൊക്കെ എല്ലായിടത്ത് ഓടിയൊക്കെ നടക്കുന്നത്. അച്ഛനൊന്ന് വിളിച്ചേ അച്ഛാ? അച്ഛനൊന്ന് വിളിച്ചേ? വരത്തില്ലേ? ഓ, അത്രയും പരിചയമൊന്നും ആയില്ലല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പം ഞായറാഴ്ചയാണ്. അപ്പോൾ കിസിയും എല്ലാവരും കാറ്ററിംഗത്തിന് പോവാണ്. അപ്പം ഇന്നലെ നമ്മളുടെ പപ്പി ഇങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്ത് നടക്കുക. ഇന്നലെ സാഡായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇന്ന് വാലൊക്കെ പൊക്കി നല്ല സെറ്റാണ്. ഇന്ന് ഹാപ്പിയായി. ഇന്നാള് നല്ല അടിപൊളിയായി. അപ്പം നമ്മുടെ പപ്പിക്ക് ഒരു പേരിടണം, നല്ലൊരു പേരിടണം. അപ്പം നിങ്ങൾ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ അതൊന്ന് ചൂസ് ചെയ്യാനായിരിക്കും. അപ്പം നമ്മൾ കുറേ പേരുകളൊക്കെ നോക്കുന്നുണ്ട്.
പക്ഷെ ഒന്നും സെറ്റായില്ല, കാരണം നമുക്ക് വിളിക്കാൻ പറ്റാത്തൊരു പേരാണ് ഇപ്പോൾ അവൾക്കുള്ളത്. ഇനിയും പപ്പിയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കാം വേറെ കുറേ വീഡിയോസിലൊക്കെ. അപ്പം ദിസ് ഇസ് അവർ ന്യൂ പപ്പി, അവർ ന്യൂ അഡോപ്ഷൻ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടുമോറോ. ബൈ.